നമസ്കാരം. കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. നമ്മള് ഈ ചൂടാണ്ടിന്റെ തലയിൽ കുറച്ച് മുടി കുറവാണെന്ന് ഇവിടെ ബുദ്ധിയുണ്ട്. സിനിമ വിരട്ടി കാണുന്നില്ല നമ്മളെ. 2018 നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ നമ്മളൊരിക്കലും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരും മറന്നു പോകാത്ത ഒരു വർഷമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു വർഷമാണ് 2018. നമുക്കാർക്കും സുപരിചിതമല്ലാത്ത വളരെ അപരിചിതമായ ഒരു പ്രകൃതി ദുരന്തം നമ്മളെ തൊട്ട് തലോടി തഴുകി വേദനിപ്പിച്ചും ഭയപ്പെടുത്തിയും വിഹ്വലരാക്കിയും ഒക്കെ കടന്നുപോയ ഒരു വർഷം. പിന്നീട് അതിൻ്റെ അനുരണനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം വന്നെങ്കിലും നമ്മളെ ഒരുപക്ഷെ ഈ പ്രളയം ഒന്ന് തയ്യാറെടുപ്പിക്കുകയായിരുന്നു എന്നത് വീണ്ടും നമുക്ക് പ്രകൃതിയോട് നേരിടാനും പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാനുമുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാക്കി തന്നു. 2ാമത്തെ വർഷവും പ്രകൃതി ദുരന്തമുണ്ടായപ്പോഴും ഈ പ്രളയം ഉണ്ടായപ്പോഴും നമ്മൾ അത്രത്തോളം ഭയചകിതരായിരുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഈ ആദ്യത്തെ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ആദ്യത്തെ പ്രളയം അത്രത്തോളം വലിയ പ്രഹരമാണ് നമ്മുടെ സങ്കല്പങ്ങൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ ജീവിതത്തിനുമൊക്കെ ഏൽപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ തയ്യാറായിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും അല്ല അവരുടെ ക്ലിപ്സിലൊക്കെ കൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ, ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു, ഭയന്നു, സങ്കടപ്പെട്ടു. ഒരുപാട് പേര് നമുക്ക് നഷ്ടമായി. എങ്കിലും നമ്മൾ അറിയാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ ഒട്ടും നമ്മുടെ കൺവെട്ടത്ത് വന്നു പോകാത്ത ഒത്തിരി ആളുകളുടെ വളരെയേറെ കഷ്ടപ്പെട്ട സാഹസങ്ങളുടെ എല്ലാം കഥ ഈ സിനിമയിലൂടെ പുറത്തു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള ഒരുപാട് വീരനായകന്മാരെ പറ്റി നമ്മൾ ഓർക്കുന്നത് നമ്മുടെ സിനിമയിലെ വീരനായകന്മാരിലൂടെ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ ആവേശവും ഊർജവും കുറച്ചുകൂടെ നമ്മളിലേക്ക് അതിൻ്റെ വികാരവും പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ മാത്രം കാണുന്നത് എന്നെ തികച്ചും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമ നിങ്ങളെയും അത്ഭുതപ്പെടുത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ബോളിവുഡാണ് മറ്റതാണ് മറിച്ചാണെന്ന് പറയുന്നതിന് ഒരുപക്ഷെ ഈ സിനിമ വെറുതെ അല്ല അങ്ങനെ പറയുന്നതെന്ന് ഒരുപക്ഷെ നമ്മളെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തിയത്. അത്രത്തോളം വളരെ വളരെ വിശ്വസനീയമായ രീതിയിലാണ് ഇതിൻ്റെ ഓരോ ഷോട്ടുകളും എടുത്തിരിക്കുന്നത്. ഞാൻ ആൻഡോയോട് ചോദിച്ചത് ബുദ്ധിപൂർവ്വമാണോ എൻ്റെ, കാരണം ആളുകളെല്ലാം സിനിമയും എല്ലാ കാര്യങ്ങളും കണ്ടതാണ്. അതല്ല, അതിനപ്പുറത്തേക്ക് എന്തൊക്കെയുണ്ട് സിനിമയിൽ. അത് ശരിക്കും ഈ ചെറിയ ടീസറിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ അറിഞ്ഞ പ്രളയത്തിനപ്പുറത്തേക്ക് എന്തൊക്കെ അന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കാണുക. ആ പീയൂഷും ദേവനന്ദയും വന്ന ഒരു ഫോട്ടോ എടുക്കും എൻ്റെ കൂടെ. ഇത് വല്ലപ്പോഴും എന്താ പറയാ 10-20 വർഷത്തിൽ പോലും ആദ്യം കിട്ടാത്തൊരു ഓഫറാണത്. ഒരു ഗംഭീര കയ്യടി. That is the epic moment of the day. Wow. Three superstars. ഒരു ഗംഭീര കയ്യടി. The one and only Mammootka. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ വാക്കുകൾ പറഞ്ഞതുപോലെ 2018 നമ്മളെല്ലാവരും വളരെ വളരെ എന്താ പറയാ വളരെ വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് ആ ഒരു പടം കാണാനായിട്ട്. വലിയ വലിയ സിനിമകൾ